അപ്പൊ ഗൈസ് ഞങ്ങൾ മീൻ പിടിക്കാൻ പോവാണ്. സൽമാന്, സാമു, ഹിഷാമു, ഷഫീഖു, ജംഷി, അങ്ങനെ ഞങ്ങള് മീൻ പിടിക്കാൻ പോവാണ്. ഇന്ന് എവിടേക്കാ മീൻ പിടിക്കാൻ പോണത്? ബത്തീന് അല്ലേ? ബത്തീന്. അപ്പൊ എന്നാ ഞങ്ങൾ അമൂറ് ഷേരി ഇതൊക്കെ പിടിച്ചിട്ട് ഞങ്ങള് ആ വീഡിയോ നമുക്ക് കാണാം. ഇതാണ് അബുദാബിയിലുള്ള പൈനാപ്പിൾ ടവർ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറും വെയിലിനനുസരിച്ച്. ഇത് വെയിലുള്ള ഭാഗം വന്നു കഴിഞ്ഞാൽ അത് കവറായി പോകും. വെയിലില്ലാത്ത ഭാഗത്ത് ഓപ്പൺ ആയിരിക്കും. അതാണ് ഈ ബിൽഡിങ്ങിന്റെ പ്രത്യേകത. അപ്പൊ ഗൈസ് നമ്മൾ മീൻ പിടിക്കാൻ വന്നിരിക്കുന്ന സ്ഥലമാണിത്, ബത്തീന്. ഇതാ ബ്രിഡ്ജിന്റെ മേലിൽ നിന്ന് സൽമാൻ ഖാൻ്റെ ഒരു സോങ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് പോണത്. അപ്പം നമ്മൾ ഭയങ്കര ചൂടാണ് കേട്ടപ്പോൾ. വെയിലൊക്കെ നല്ല ചൂടാണ്. പക്ഷെ ചൂടിനൊക്കെ തരണം ചെയ്തിട്ട് നമ്മൾ മെഷീൻ നേരിയ ചൂണ്ടിലൊക്കെ ഇട്ടിട്ടാണ് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്. അതാ അടിപൊളി ബീച്ചാണ് ബത്തീൻ എന്ന് പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഷെയ്ഖുമാരൊക്കെ താമസിക്കുന്ന ഏരിയ ഉണ്ട് ബത്തീൻ. ഓക്കെ, അപ്പം മീൻ കിട്ടിക്കഴിഞ്ഞിട്ട് ഇനി ബീച്ച് എടുക്കാം. ഓക്കെ, അങ്ങനെ അതാ സൽമാൻ മീൻ പിടിച്ചിരിക്കുന്നു. എടാ ഇതിന് തിന്നോടാ, ആരാ പറഞ്ഞു? ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതാണ്. ഞാൻ നിസാമൊക്കെ പോയപ്പോ ഞങ്ങൾ അവിടുത്തെ ചങ്ങായി ഞങ്ങൾക്ക് തന്നേ. ഞങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോ ഇറച്ചിയൊക്കെ ഉണ്ട്. എന്നിട്ട് ഞങ്ങൾ ഒഴിവാക്കി. നിങ്ങളോട് ചോദിച്ചു നോക്ക് അജ്മല, അത് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടി ഓർമ്മ ഉണ്ടോ? കഴിഞ്ഞ ആഴ്ച ഇത് തിന്നാൻ പറ്റുന്ന മീനാ. ഇത് തിന്നാൻ പറ്റുന്നതാ. ഫോട്ടോ അല്ലല്ല, ഇതിനെ തിന്നൂടാ. അപ്പൊ ഗൈസ് സൽമാന് കിട്ടിയ മീനാണത്. അപ്പൊ ഗൈസ് അതാ വലിയ ഞണ്ടിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടാ. ഉണ്ട് നമ്മളെ നിസാമു, ഞാനല്ല കേട്ടാ. എന്താ സാധനം, ജീവനുള്ള കേട്ടാ. എന്താ ജീവനുള്ള സാധനമാണ് കണ്ടോ, ജീവനുള്ളത് കേട്ടാ. എന്താ വലിപ്പം. നേരത്തെ ഒരു കട്ടി കിട്ടിയതാ ഞണ്ടിൻ്റെ കയ്യിൽ നിന്ന്. അപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് ചൂണ്ടലിടുന്നുണ്ട്. അവിടെ സൽമാൻ, അജ്മൽ, ജംഷീർ, പിന്നെ അവിടെ നിസാമോ അവരൊക്കെ ചൂണ്ടലിട്ടോണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാരും മടക്കി പോവാണ്. നിസാമു 7 ഞണ്ട്, ഞാൻ ഒരു ശരി. സൽമാൻ എത്ര മീന്? സ്പെഷ്യല് ഞണ്ട് പിടുത്തക്കാരൻ. എന്താ വേറെ ടീം അതാ ഞണ്ട് പിടിച്ചിട്ട് വേണ്ട നെറ്റിൻ്റെ ഉള്ളിലാക്കി വെച്ചിരിക്കുന്നുണ്ട. ഇതണ്ട ആയിവ, ഇതൊക്കെ പിടിച്ചതാണ് അയാള്. നേപ്പാളിയാണ് പുള്ളിക്കാരൻ. അപ്പൊ അന്ന് പോയി മീൻ പിടിച്ചതാണ് ഇതൊക്കെ. പിന്നെ പലതരം മീനുണ്ട്. എന്താ മീനിന്റെ പേരൊക്കെ അറിയാം.
ഈ ഞണ്ടൊക്കെ നമുക്ക് ചൂണ്ടൽമ കിട്ടിയാണ് കേട്ടോ. ഒക്കെ ചൂണ്ടൽമ കിട്ടിയതാ. നിസാമിന് ആടാ. നമ്മൾ പിടിച്ചോടുന്ന ഞണ്ടിനെ നമ്മൾ റോസ്റ്റാക്കി മീനൊക്കെ പൊടിയിട്ട് നമ്മൾ കറിയും വെച്ച്